ഹബീബി അവല് സുബൈക്ക് അലാറം വെച്ച് നമ്മളൊരു കാര്യപ്പെട്ട കാര്യത്തിന് ഓട്ടോ പുയ്യാപ്പിളായി ഞാൻ ഇറങ്ങി. ഞാൻ പുയ്യാപ്പിളായി അപ്പോൾ പുതിയാണ് ഇതിന് ഭ്രാന്താട്ടോ. ഫ്ലൈറ്റ് കയറാൻ പേടിയുള്ളവർക്ക് യു കെയിൽ ക്യാബിൻ ക്രൂ ആണ്. അതിന് കുത്തിയിരുന്ന് പഠിച്ച സാഹിബിന് മതാമിനൊക്കെ മലർത്തി അടിച്ച് ഇന്റർവ്യൂ പാസ്സായി വന്നിരിക്കണ മുതലാണത്. അതിന് അങ്ങനെ ഒരു സ്വഭാവമാണ്. പേടിയുള്ളതിനൊക്കെ അങ്ങോട്ട് കയറി ചൊറിയും. അതോടെ ഞാൻ പേടിപ്പിച്ചെടുത്തില്ല. എന്നെ കയറി കടിച്ചു മാറ്റി തിന്നാലോ. ഇവിടുത്തെ സൂര്യനും ചന്ദ്രനൊക്കെ ഭ്രാന്താണ്. 8-ാം മാസം പറ്റാ തോന്നുന്നുണ്ട്. പല തെറിച്ച സാധനങ്ങളാണ്. നേരത്തിന് പേരെ കയറില്ല, പേരെ ഇറങ്ങൂല. അപ്പൊ നമ്മളൊക്കെ പൈസ ഉണ്ടാക്കാൻ മണിക്കൂറുണ്ട്. ഇവിടെ മണിക്കൂറിന് പൈസ കൊണ്ട് ആരും കാലുമ പള്ളവേനാണ്ട് കള്ളമടി കാട്ടി പെരലിരിക്കൂല. നമ്മൾ പിന്നാലെ വെച്ചു പൈസ ഉണ്ടാക്കാനല്ല ട്രെയിൻ പിടിക്കാൻ. ട്രെയിനിൽ കയറിയതും കളക്ടർ പഠിത്തം തുടങ്ങി. ഓൾക്ക് ഇങ്ങനെ എക്സാം എടുത്തത്. നമ്മൾ 10-25 കൊല്ലം പഠിച്ചു മടുത്തോണ്ട് പുറത്ത് നോക്കി പ്രകൃതി രമനെ കണ്ടിരുന്നു. ഓൾക്ക് ട്രെയിനിങ് ഹംഗറിയിലാണ്. അതിന് ശങ്കം വിസ എടുക്കാൻ വേണ്ടി വന്നവർ അലാക്കിന്റെ അല്ലെങ്കിൽ അന്നദാനത്തിന്റെ വരുന്നുണ്ട്. നമ്മൾ വരുന്നില്ല. നമ്മളെ ഹോളിട്ട് ഓളെ നേരെ കയറ്റി വിട്ട്. കാരണം എന്റെ കഥയിൽ ഞാനാണ് ഹീറോ. അപ്പണ്ട് പണ്ട് നബിയത്തിന് സൈക്കിൾ റാലി പോണ പോലെ പെരുത്ത മനുഷ്യന്മാരോ കയറി പോണ്. ഇവിടെ കാർഡ് ടാപ്പി തന്നെ നമുക്ക് കൊടുക്കാൻ സൈക്കിൾ. പക്ഷെ ഞാൻ എടുക്കണില്ല. എനിക്കൊരു മൂടില്ല. മോഡ് സിങ്സ് അങ്ങനെ നമ്മളൊരു വാക്കിനിറങ്ങി. എനിക്കാണെങ്കിൽ പുതിയ സ്ഥലങ്ങളും പുതിയ കാഴ്ചയുള്ള കൈലവ്യാണ്. അങ്ങനെ സമാധാന രമണിനെ കാണാൻ ഒരു പാർക്ക് പോയിരുന്നു. ഇപ്പൊ കുരുത്തങ്കട്ടം വീണ്ടും വന്നപ്പോൾ ഇപ്പൊ സമ്മറല്ലോ. ഓന്റെ കളികളല്ലോ എൻജോയ് ചെയ്യട്ടെ. എനിക്കാണെങ്കിൽ ഓന്റെ കളി ഇഷ്ടമല്ല. ഓന്റെ കളിച്ച് അടുപ്പത്തെ ചോലോ. ഓന്റെ കളി കൂടിയപ്പോ ഞാൻ തിന്നിരുന്നു. അപ്പണ്ട് അപ്പുറത്തിരിക്കണല്ലോ ഓളെ നോക്കാൻ തിന്നാ വിചാരിച്ചിട്ട് വാപ്പാര് പണിക്ക് പോകാതെ മക്കളെ നോക്കണ ഒരു പുച്ച നോട്ടം. ഓൾക്കറിയില്ലല്ലോ ഞാൻ ഓളല്ലേ നോക്കണ രമണിനെയാണ്. പ്രകൃതി രമണിനെ എന്തായാലും ഞാൻ തിന്നിരുന്നു. കാരണം ഓൾക്ക് രമണിനെ രാത്രി അറിയില്ല. അടിയിട്ട് തിരി സായിപ്പുമാർക്ക് വേലിട്ടിയാൽ കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങൾ സ്വന്തം കുടിക്ക് വിരുന്നോണ പോലെയാണ്. ഇപ്പൊ ഒരു വിചാരിക്കും. പക്ഷെ അവിടെ നീച്ച് പോരൂല. അങ്ങനെ എന്റെ കുഴിച്ചിതങ്ങളോ കഴിഞ്ഞപ്പോ ഓളെ പരിപാടി ഇറങ്ങി. പാസ്പോർട്ട് ഒക്കെ അവിടെ കൊടുത്തു വന്നു. വരുമ്പോ വിസ കിട്ടുമല്ലേ. പിന്നെ ഞങ്ങളൊക്കെ ഇറങ്ങി. ഇവിടുത്തെ സമ്മർ നമുക്ക് വരത്തി ഇഷ്ടം. ഇവിടുത്തെ ആൾക്കാരൊക്കെ ജിലിജിലേക്കാരം. പിന്നെ ഓളൊരു മെയിൻ ആവില്ല. എന്റെ ഒരു മമ്മൂട്ടിയാലോ കഴിഞ്ഞപ്പോ സമയം പോലെ അപ്പൊ ഇവിടെ വിശന്നിട്ട് അണ്ടർടേക്കർ മണിയടിക്കാൻ തുടങ്ങി. ഇതിന്റെ ബാഗ് എവിടെയും കൊണ്ടേ കേട്ടിട്ട് മക്കളെ സമയമല്ല. മാസലമാ